എന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തൈസനെ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ എന്നിൽ തിന്നിടാമോ അവൻ ചെയ്താനേ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ എന്നിൽ തിന്നിടാമോ അവൻ ചെയ്താനേ ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തൈസനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തൈസനെ അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാവി സ്നേഹം എന്നിലൂട്ടിയല്ലോ അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാവി സ്നേഹം എന്നിലൂട്ടിയല്ലോ പാടിയിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ ജയഗീതം പാടിയിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തൈസനെ പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തൈസനെ ചേക്കിലല്ലയോ കിടന്നോർത്തു നോക്കിയ നാട്ടമല്ലയോ ഭവിച്ചതൻ ജീവിതം ചേക്കിലല്ലയോ കിടന്നോർത്തു നോക്കിയ നാട്ടമല്ലയോ ഭവിച്ചതൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ 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 കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വിശുദ്ധ സഭായോഗം കൂടി കർത്താവ് നമുക്ക് നൽകി തന്നതിൽ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നാം ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കൂടി വരുവാനിടയായി തീർന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഒരുമിച്ച് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് 7ാമത്തെ പകലില് വിശുദ്ധ സഭായുഗമായി കൂടി വന്നിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയുടെ അനുഭവത്തോടു കൂടിയാണ് ദൈവജനം ഇവിടെ ആയിരിക്കുന്നത്. ആ വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ അനുഭവത്തോടു കൂടിയാണ് ദൈവമക്കൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് പകൽവേളയിലും നാം ഇവിടെ പാടുവാനിടയായി തീർന്നത് 51ാമത്തെ സങ്കീർത്തന ഭാഗമാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി നാം ശുശ്രൂഷിച്ചിരിക്കുന്നതും തുടർമാനമായി ചിന്തിക്കുന്നതുമായ ഭാഗം യെശയ്യാ സങ്കീർത്തനങ്ങളിലെ 51ാമത്തെ സങ്കീർത്തനം അതിന്റെ 12ാമത്തെ വചനമാണ് നാം തുടർമാനമായിട്ട് ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അതിന്റെ 3ാമത്തെ ഭാഗമാണ് പാർട്ട് 3. നഷ്ടമായത് തിരികെ പ്രാപിക്കുക. ദൈവമക്കളെ കരമുയർത്തിയെന്ന് പറയാമോ? നഷ്ടമായത് തിരികെ പ്രാപിക്കുക. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞില്ല. ഒരുമിച്ച് ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയണം. നഷ്ടമായത് തിരികെ
പ്രാപിക്കുക. ഈ 2021 ജീവിതത്തിൽ നഷ്ടമായത് തിരികെ പ്രാപിക്കുന്ന, തിരികെ ലഭിക്കുന്ന ഒരു വർഷമായി തീരണം. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആർപ്പിച്ചുണർത്തി ധൈര്യപ്പെടുത്തി ഈ ദിനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വചനമാണ്. നഷ്ടമായ അനുഭവങ്ങളെ തിരികെ പ്രാപിക്കുന്നു. ദൈവമക്കളോട് ആവർത്തിച്ച ആ സന്ദേശങ്ങളെ കൈമാറുമ്പോൾ എവിടെയാ നഷ്ടങ്ങൾ വന്നത്, എവിടെയാ തിരികെ പ്രാപിക്കേണ്ട അനുഭവങ്ങളുള്ളത്, ആ അനുഭവങ്ങളെയൊക്കെ തിരികെ പ്രാപിക്കുന്നതിന് ഈ ശുശ്രൂഷകളിൽ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. അതിനൊരു ആവേശമുണ്ടാകണം. അതിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ താല്പര്യമുണ്ടാകണം. എനിക്ക് നഷ്ടമായത് തിരികെ പ്രാപിക്കണം. 51-ാമത്തെ സങ്കീർത്തനത്തിലെ 12-ാമത്തെ വചനമാണ് അതിനാധാരമായി നാം എടുക്കുകയും തുടർമാനമായി ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്രകാരമാണ്: എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ ദിനങ്ങളിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ നമ്മുടെ സഭയുടെ യൂട്യൂബ് ചാനലിൽ അത് ആ 2 സന്ദേശങ്ങളും കിടപ്പുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. ഇത് ഓർഡറായിട്ട് ശ്രദ്ധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവിൽ നഷ്ടമായ അനുഭവങ്ങളെ തിരിച്ചു പ്രാപിക്കുവാൻ ആ വചനങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ആ വചനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥനാപൂർവ്വം അത് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് വിടുതലായി മാറും. ഒരിക്കലുണ്ടായിരുന്ന ഒന്ന്, നമുക്ക് സ്വന്തമായിരുന്ന ഒന്ന്, അത് കൈവിട്ടു പോകുമ്പോൾ അത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമെന്ന് വലുതാണ്. എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് കഴിയും? നമുക്ക് സ്വന്തമായിരുന്ന ഒന്ന്, അതെ, കൈവിട്ടുപോയി, കൈമോശം വന്നുപോയി. എന്നാൽ അത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷം എത്രയോ ആനന്ദമാണ്. അതൊരിക്കലും മറന്നു പോകാത്തൊരു, അതെ, ഒരിക്കലും മറക്കാത്ത, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു അനുഭവമാണത്. അതിനോടുള്ള, അല്ലെങ്കിൽ അതിനോടുള്ള വില, അതിനോടുള്ള താല്പര്യം, ഏതാണോ നഷ്ടമായത്, സ്വന്തമായിരുന്ന ഒന്ന് നഷ്ടമായി പോയത്, അത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഏറ്റവും വലുതാണ്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദേശത്തിന്റെ 3-ാം ഭാഗം സമാപന സന്ദേശമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആഴമേറിയൊരു സന്തോഷം, അതായത് വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെയുള്ള ആ സന്തോഷം. എന്താണ്? വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെയുള്ള ആ സന്തോഷം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെ വചനത്തിൽ ആനന്ദിച്ച് സന്തോഷിച്ച് കർത്താവ് ഇന്ന് പകലിലും ദൈവികമാകുന്ന ശബ്ദത്താൽ എന്നെ നിറയ്ക്കണമേ. തിരികെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദത്തിൻ്റെതാകുന്ന മഹത്വകരമായ അനുഭവങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമെങ്കിൽ അത് നഷ്ടമായ ജീവിത അനുഭവങ്ങളിലെ തൊട്ടുണർത്തിക്കൊണ്ട് ചിലതിനെ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് പകലിൽ കർത്താവ് നമ്മെ ഇടയാക്കും. വചനത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. വചനം നിങ്ങളോട് ഇടപെടട്ടെ. ആ സന്തോഷത്തിന്റെ തീവ്രത ഞാനൊരു കഥയിലൂടെ പ്രാരംഭത്തിൽ പറയാം. ഒരു കൊച്ചുകുട്ടിയുടെ കഥ പ്രസിദ്ധമാണ്. അതിപ്രകാരമാണ് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു ബോട്ട് അവന്റെ പിതാവ് ഉണ്ടാക്കി കൊടുത്തു. പിതാവ് ഒരു കാർപ്പൻ്ററായിരുന്നു. നന്നായി ബോട്ട് ഉണ്ടാക്കും. ചെറിയൊരു ബോട്ട് അവന് കളിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ആ ബോട്ടുമായിട്ട് അവൻ തന്റെ വീടിന്റെ സമീപമുള്ള
ആ തിരമാലകളുള്ള കടൽ തീരത്തേക്ക് അവൻ പോകുവാനിടയായി തീർന്നു. ആ ബോട്ടുമായിട്ടവന് തിരമാലയിൽ പോയി അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലയിലേക്ക് വിട്ടുകൊടുക്കും, വീണ്ടും അത് തനിയെ തിരിച്ചു വരും. അതിന്റെ ചെറിയൊരു ചരടിന്റെ ബന്ധം അവന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ തിരമാല വരുവാനും ഈ ബോട്ട് ആഴങ്ങളിലേക്ക് കൈവിടപ്പെട്ടു പോകുവാനിടയായി തോന്നി. പിന്നെ അത് തിരികെ വന്നില്ല. ആ ബോട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി. ആ കുഞ്ഞിന് വലിയ സങ്കടമായി, കരഞ്ഞ് വാവിട്ട് കരഞ്ഞു. തന്റെ വീട്ടിൽ വന്ന് പിതാവിനോട് പറഞ്ഞു, പപ്പ, എന്റെ ബോട്ട് നഷ്ടപ്പെട്ടു പോയി, ഇനിയും അതെങ്ങനെ തിരികെ ലഭിക്കും? പപ്പ പറഞ്ഞു, സാരമില്ല, ഞാൻ പുതിയത് ഉണ്ടാക്കിത്തരാം, പുതിയ ഞാൻ നിർമ്മിച്ചു തരാം. പക്ഷെ ഈ കുഞ്ഞിന് തൃപ്തിയായില്ല. കുഞ്ഞു പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ ബോട്ട് തന്നെ വേണം. ഞാൻ അതിനെ ഒത്തിരി സ്നേഹിച്ചു, ഞാൻ അതിനെ ഒത്തിരി താലോലിച്ച ബോട്ടിനെ, എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു, എനിക്ക് എന്റെ ബോട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. ഉടനെ പിതാവ് പറഞ്ഞു, അതെങ്ങനെ സാധിക്കും, അത് കടലിന്റെ ആഴങ്ങളിൽ പോയല്ലോ എന്ന് പറഞ്ഞവനെ സമാശ്വസിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ആ കുഞ്ഞ് നടന്നു വരുന്ന വഴിയിൽ തന്റെ വീടിന് സമീപത്തെ ഒരു കടയിൽ താൻ ഒരു കാഴ്ച പെട്ടെന്ന് കാണുവാനിടയായി തീർന്നു. അവിടെ പല സാധനങ്ങൾ വിൽക്കുവാനായിട്ട് പല ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾക്കിടയിലേക്ക് ഇവന്റെ കണ്ണൊന്ന് പതിഞ്ഞു. അപ്പോൾ കണ്ട കാഴ്ച, ഒരു ബോട്ട് അവിടെ ഇരിക്കുന്നു. ഈ കുഞ്ഞ് ഓടിച്ചെന്ന് കടക്കകത്തേക്ക് കയറിയിട്ട് ഈ ബോട്ട് കയ്യിലെടുത്തേച്ച് കടക്കാരനോട് പറഞ്ഞു, ഇതെന്റെ ബോട്ടാണ്. കടക്കാരനോട് പറഞ്ഞു, ഇതെന്റെ ബോട്ടാണ്. ഉടനെ കടക്കാരൻ പറഞ്ഞു, കുഞ്ഞ്, നിന്റെ ബോട്ടോ? ഇല്ല, ഇത് ഞാനിവിടെ മുക്കുവനായ ഒരുവൻ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുവാനായിട്ട് തന്ന അവന്റെ നിന്നും വില കൊടുത്ത് ഞാന് ഇവിടെ ഷോപ്പിൽ മേടിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഈ കുട്ടി സമ്മതിച്ചില്ല, ഇത് എന്റേതാ. അയ്യോ, എനിക്കതറിയാം, എന്റെ പേര് നേരുണ്ടായിരുന്നു, ഇതെന്റേതാണ്, ഇങ്ങനെ സംഭവിച്ചതാണ്. ഉടനെ ഈ കടക്കാരൻ പറഞ്ഞു, കുഞ്ഞെ, ഇതിപ്പം ഞാൻ വില കൊടുത്ത് മേടിച്ചതാണ്, ഇതിനുള്ള ഈ പൈസ തരാമെങ്കിൽ, ഞാൻ മുടക്കിയ ഈ പണം തരാമെങ്കിൽ നിനക്കിത് തിരികെ തരാമെന്ന് പറഞ്ഞു. ഉടനെ കുഞ്ഞു പറഞ്ഞു, ആർക്കും കൊടുക്കരുത്, ഞാൻ അതിന്റെ പൈസ തരാം. ഓടിച്ചെന്ന് തന്റെ ഭവനത്തിൽ ചെന്ന് തന്റെ പിതാവിനോട് ഈ സംഭവം പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ബോട്ട് കണ്ടു, അത് കടയിലിരിപ്പുണ്ട്, അതിന് ഇത്ര പണം വേണമെന്ന് കടക്കാരൻ പറഞ്ഞു. എനിക്കതിനുള്ള പണം വേണം. അതിനുള്ള പണവും സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞ കടയിലേക്ക് ഓടിയിട്ട് ആ കുഞ്ഞ് ആ ബോട്ടിന് എത്ര രൂപയാണോ ചോദിച്ചത് അത് മുഴുവൻ വില കൊടുത്ത് ആ കുഞ്ഞ ബോട്ട് സ്വന്തമായിട്ട് തിരികെ മേടിക്കുവാനായിട്ടിടയായിട്ടു. എന്താ ഈ കഥയിലെ സാരം? തൻ്റെതായിരുന്നു, സ്വന്തമായിരുന്നു, ഒത്തിരി സ്നേഹിച്ചതായിരുന്നു, പക്ഷെ നഷ്ടമായി പോയി. അത് തിരികെ പ്രാപിക്കുവാൻ വില കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യമുണ്ടായി. അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയരെ, ഇതല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? യേശു നമുക്ക് വേണ്ടി ഇതല്ലേ ചെയ്തത്? ദൈവത്തിന്റെ സ്വന്തമായിരുന്ന ഞാനും നിങ്ങളും പാപം നിമിത്തമായിട്ട് ദൈവത്തിങ്കൽ അകന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിങ്കൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം എന്താ ചെയ്തത്? തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് തന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുവാനിടയായി തീർന്നു. നഷ്ടമായി പോയതിനെ വില കൊടുത്ത് മേടിക്കുവാനായിട്ടിടയായി തീർന്നെങ്കിൽ അതൊരു കഥയാണെങ്കിലും
ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് അർപ്പിക്കട്ടെ, നിങ്ങളുടെ സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചത് കൈമോശം വന്നു എന്ന് ഇന്ന് പകൽ ചിന്തിക്കുന്നു എങ്കിൽ സാധ്യതകൾ തീർന്നു പോയിട്ടില്ല, സാധ്യതകൾ അടഞ്ഞു പോയിട്ടില്ല. നിന്റെ ഒരു അന്വേഷണവും കണ്ടെത്തുവാനുള്ള ഒരു വ്യഗ്രതയും കണ്ടെത്തിയാലത് മടക്കി പ്രാപിക്കുവാനുള്ള ഒരനുഭവം, ഒരു തീരുമാനമുണ്ടെങ്കിൽ അപ്പൻ റെഡിയാ നിനക്ക് മടക്കി തരുവാനായിട്ട്. നിന്റെ പിതാവ് റെഡിയാണത് മടക്കി തരുവാനായിട്ട്. ഇന്ന് പകരം ചില ചെവിയിൽ, ചില കാതുകളിലെ ശബ്ദം മുഴങ്ങട്ടെ. മടക്കി തരുവാൻ പിതാവ് സന്നദ്ധനായി നിൽക്കുകയാണ്. അപ്പോ ഞാൻ കണ്ടെത്തി, എവിടെയാ നഷ്ടപ്പെട്ടോന്ന് ഞാൻ കണ്ടെത്തി, എനിക്കത് മടക്കി വേണമെന്ന് ആത്മദാഹത്തോടെ അപ്പനോട് പറഞ്ഞാൽ അപ്പനത് മടക്കി തരുവാനായിട്ട് മതിയായവനാണ്. കാതുകൾ കുറിപ്പിക്കൂ ദൈവശബ്ദത്തിനായിട്ട്. അതിന് കർത്താവ് അരികിൽ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. കടലിന്റെ ആഴങ്ങളിൽ പോയാലും നിന്റെ അകത്ത് ഒരു വാഞ്ചയുണ്ടെങ്കിൽ അത് മടക്കി തരുവാൻ ദൈവം മതിയായവൻ. എത്ര പേര് കരമുയർത്തി വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും നഷ്ടമായ അനുഭവങ്ങളെ തിരികെ പ്രാപിക്കുവാനായിട്ടിടയായി തീരണം. നഷ്ടമായ തലമുറയുടെ സന്തോഷങ്ങളെ തിരികെ പ്രാപിക്കുവാനിടയാകണം. വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ, ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് എടുത്താൽ നല്ലതാണ്. ഒരു 2-3 മിനിറ്റ് ആ ഭാഗത്തു നിന്നൊരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 2:45 അവിടെ ഒരു അന്വേഷണം നടക്കുന്ന ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? മതി. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് യേശു കർത്താവുമായി മാതാപിതാക്കൾ പെരുന്നാൾ കൂടാൻ യെരൂശലേമിലേക്ക് പോയി. അതിനുശേഷം തിരികെ വരുന്നൊരു സംഭവമാണ്. തിരികെ വരുമ്പോൾ ആ 2-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ബാലനായ യേശു അപ്പനും അമ്മയും അത് അറിഞ്ഞില്ല. സ്തോത്രം. 44-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, സഹയാത്രികരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു ഊഹമുണ്ടായി. സഹയാത്രികരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന്. ആ ഭാഗത്തുനിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ പലപ്പോഴും ശുശ്രൂഷകളിൽ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തലമുറകൾ കൈവിട്ടുപോയോ എന്ന് ചിന്തിച്ചും ഊഹിച്ചും ഇരിക്കുന്ന അനുഭവങ്ങളെ അവിടെ വിരൽ ചൂണ്ടുന്നു. കൈവിട്ടു പോയോ, ഇനിയും ലഭിക്കത്തില്ലയോ, അതോ സഹയാത്രികരുടെ കൂട്ടത്തിൽ ഉണ്ടോ? ആ മാതാപിതാക്കളുടെ ആശങ്കകൾ എത്ര ഗൗരവമുള്ളതാണ്. സഹയാത്രികരുടെ കൂട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ആശങ്കകൾ വർദ്ധിക്കുവാനിടയായി തീർന്നു. ആരെ ചൊല്ലി? യേശുക്രിസ്തുവിനെ ചൊല്ലി, അല്ലെങ്കിൽ തലമുറയെ ചൊല്ലി. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, തലമുറയെ ചൊല്ലി ആശങ്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടോ, ഭാവി നഷ്ടപ്പെട്ടോ, എന്തിയെ എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ആ ഭാഗത്ത് നൽകുന്ന ഒരു ഉത്തരവുണ്ട്. കാണാഞ്ഞിട്ട് അവരന്വേഷിച്ചെവിടേക്ക് പോയി? യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഞാനിങ്ങനെ പറയട്ടെ, തലമുറയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിൽ ഒരു അന്വേഷണം നടത്തി. എവിടെയാണ് എത്തേണ്ടത്, എവിടെയാണ് ചെല്ലേണ്ടത്? അത് യെരൂശലേം വരെ തിരികെ ചെല്ലണമെങ്കിൽ, ഒരു ദിവസത്തെ വഴി പിന്നിട്ടെങ്കിൽ, തിരികെ ഒന്ന് നടക്കണമെങ്കിൽ
അതിനും തയ്യാറായാൽ ആ അന്വേഷണം വൃഥാവാകത്തില്ല. നഷ്ടമായി പോയോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ അതെ ആലയത്തിലിരിക്കുന്ന തലമുറയെ കണ്ടെത്തുവാനായിട്ട് ദൈവമിടയാക്കും. അതായത് തലമുറ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. സഹയാത്രികന്റെ ഇടയിലല്ല തലമുറയായിരിക്കുന്നത്, പിന്നെയോ ഓ ഹല്ലേലൂയ ആലയത്തിലായിരിക്കണം. എത്ര മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ മാതാപിതാക്കളെ? എന്റെ തലമുറ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായി കർത്താവിന് ഹിതം പ്രവർത്തിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന തലമുറകളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, എന്റെ തലമുറയെ കുറിച്ച് ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു അന്വേഷണത്തിന് പുറപ്പെടുകയാണ്. എവിടെയാ തലമുറയ്ക്ക് വീഴ്ച പറ്റിയത്, എവിടെയാ പരാജയം പറ്റിയത്, ഞാൻ അന്വേഷിക്കും, ഞാനത് കണ്ടെത്തും. അവരുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയോ? അവരുടെ ആത്മീക ജീവിതം കുറഞ്ഞുപോയോ? അവരാത്മാവിലുള്ള ആരാധന കുറഞ്ഞുപോയോ? എവിടെയാ തലമുറയ്ക്ക് നഷ്ടങ്ങൾ വന്നത്? അതെ, ഞാനൊന്ന് തിരിഞ്ഞ് നടക്കും, യെരൂശലേമിലേക്ക് നടക്കും. ഹല്ലേലൂയ. ഇന്ന് മകൻ എത്ര അതിനു വേണ്ടി തയ്യാറാകുന്നു? ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. ജീസസ്. എത്ര പേർക്ക് സന്ദേശം ഗ്രഹിപ്പാൻ കഴിയുന്നു? ഹല്ലേലൂയ. നീ ഊഹിച്ചിരിക്കണ്ട കേട്ടോ, ഊഹിച്ചിരിക്കേണ്ട തലമുറ അവിടെയാ. അത് നടക്കും, ഇത് ചെയ്യും, അവര് കുഴപ്പമില്ലെന്നൊന്നും ചിന്തിച്ചിരിക്കണ്ട. കൈവിട്ടു പോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ കൈവിട്ടു പോയ അനുഭവങ്ങളെ തിരിച്ചു പ്രാപിക്കുവാൻ യെരൂശലേമിൽ ചെന്നാൽ, ആ യെരൂശലേം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജെറുസലേം സമാധാനത്തിന്റെയൊക്കെ ഇടമാകുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയട്ടെ, പിതാവേ, നീ യെരൂശലേമിലേക്കൊന്ന് മടങ്ങി വാ. തലമുറയ്ക്ക് വേണ്ടി യെരൂശലേമിലേക്ക് മടങ്ങി വരാൻ എത്ര പേര് തയ്യാറാകുന്നു? തലമുറയ്ക്ക് വേണ്ടി യെരൂശലേമിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞ് നടക്കുവാനായിട്ട് തയ്യാറാകട്ടെ. യെരൂശലേം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ സ്ഥലം, the place of prayer. യെരൂശലേം എന്ന് പറയുന്നത് ആരാധനയുടെ സ്ഥലം, the place of worship. യെരൂശലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സ്ഥലം, the place of peace. ഹല്ലേലൂയ. യെരൂശലേം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ സ്ഥലം, the place of blessing. ഇത് മകൻ തിരിച്ചു നടക്കാൻ എത്ര പിതാക്കന്മാർ തയ്യാറാകുന്നു? ഒരു ചലഞ്ചായി ഏറ്റെടുക്കുവാൻ എത്ര മാതാക്കൾ തയ്യാറാകുന്നു? ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്ന മാതാവേ, പിതാവേ, നിന്റെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗമത് കാണട്ടെ, സ്വർഗമത് കാണട്ടെ. ഒരു ചലഞ്ചായി ഏറ്റെടുക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് മകൾ തലമുറയ്ക്ക് വേണ്ടി ഒരു സ്തോത്രം പറഞ്ഞ് ഈ ശുശ്രൂഷയുടെ ഈ പ്രധാന സമയത്ത് ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് തിരിച്ചു നടക്കുക. ആർക്ക് വേണ്ടി? തലമുറയ്ക്ക് വേണ്ടി ഒന്ന് തിരിച്ചു നടക്കുക. തലമുറയ്ക്ക് വേണ്ടി ഒന്ന് തിരിച്ചു നടക്കട്ടെ. ഹല്ലേലൂയ. ഒരു അന്വേഷണം നടത്തട്ടെ. എവിടെയാ പോയതെന്ന് തിരിച്ചറിയട്ടെ. എവിടെയാണ് പോരായ്മയെന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ആ ഭാഗങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർപ്പിക്കട്ടെ. 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട്, വേദവായനയ്ക്കായിട്ട്, പുസ്തകങ്ങളെ തുറക്കുന്നതിനായിട്ട്, ഹല്ലേലൂയ, എന്റെ യേശു കർത്താവ് തയ്യാറായെങ്കിൽ കൗമാരക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ തയ്യാറാകട്ടെ. ആലയത്തിലെ ശുശ്രൂഷക്കാരാകുവാൻ, ബൈബിൾ വായിക്കുവാൻ, ദൈവകൽപ്പനകൾ അനുസരിപ്പാനൊക്കെ നിങ്ങൾ തയ്യാറാകട്ടെ. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ തയ്യാറാകട്ടെ. മാതാപിതാക്കൾ നിങ്ങളെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നവർ അവരൊന്ന് കാണട്ടെ. എന്റെ കുഞ്ഞ് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് ഏതെങ്കിലും പിതാവിനോ മാതാവിനോ പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് കരമുയർത്താമോ?
എൻ്റെ കുഞ്ഞ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഞാൻ കാണാറുണ്ട്. അവർ ചില മിനിറ്റുകൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഞാൻ കാണാറുണ്ട്. എത്ര കരങ്ങൾ ഇവിടെ നിന്ന് ഉയരും, എത്ര പിതാവ്, എത്ര മാതാവിന്റെ കരം ഇവിടെ നിന്ന് ഉയരും. എൻ്റെ കുഞ്ഞ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ജീസസ്, ഹല്ലേലൂയ. ഇന്നു മുതൽ തുടങ്ങട്ടെ. നഷ്ടപ്പെട്ടെങ്കിൽ തുടങ്ങട്ടെ. ബൂസ്റ്റ് കഴിച്ചോ, പാല് കുടിച്ചോ, കഴിക്കട, കുടിക്കട, തിന്നട, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് പിള്ളാരോട് ഇരിക്കാതെ, കുഞ്ഞുങ്ങളോട് ഇരിക്കാതെ, ആത്മീയതയുടെ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ തിരികെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കളായി തീരട്ടെ. ഒരന്വേഷണത്തിന് തയ്യാറാകട്ടെ. എത്ര പേര് പകലൊരു സ്തോത്രം പറയും? ഹല്ലേലൂയ. അതിനെത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ, എത്ര പേരൻസ് അതിന് തയ്യാറാകുന്നു? സമയങ്ങൾ വളരെ മുൻപോട്ട് കടന്നു പോകുന്നില്ല. ലൂക്കോസ് സുവിശേഷത്തിലെ 3 അന്വേഷണങ്ങൾ കൂടി എനിക്ക് ഇതിനോട് ചേർത്ത് പറയുവാനായിട്ടുണ്ട്. പരിമിതമായ സമയങ്ങളിൽ അതൊന്ന് തൊട്ട് ഞാൻ പറയുകയാണ്. 3 അന്വേഷണം ലൂക്കോസ് സുവിശേഷങ്ങളിൽ നഷ്ടമായിട്ട് 15-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. ആ 15-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 7 വരെയും 8 മുതൽ 10 വരെയും 11 മുതൽ 32 വരെയും പഠിക്കുമ്പോൾ അവിടെ 3 നിലയിലുള്ള അന്വേഷണങ്ങളെ കാണുന്നുണ്ട്. 15-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ശബ്ദമുയർത്തിയ ഒരാൾ വായിച്ചാട്ടെ. അവിടെ പറയുന്നു കണ്ടുകിട്ടി. എന്താ അവിടെ പറയുന്നത്? കണ്ടുകിട്ടി. 15:9 അവിടെയും പറയുന്നു കണ്ടുകിട്ടി. രണ്ടാമത് അവിടെ പറയുന്നു കണ്ടുകിട്ടി. 3 15:24 15:24 കണ്ടുകിട്ടിയിരിക്കുന്നു. 3 പദങ്ങളെ ഞാൻ ദൈവമക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. 3 വാക്യങ്ങളിലും എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടുകിട്ടിയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അർത്ഥം, ഈ 3 അനുഭവങ്ങളിൽ സംഭവിച്ചത് എന്താ? കാണാതെ പോയി. കാണാതെ പോയത് നഷ്ടപ്പെടുവാൻ, എന്നേക്കുമായി നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അത് മടക്കി പ്രാപിക്കുവാൻ സന്മനസ്സോടെ ഇറങ്ങിയാൽ അത് തിരികെ തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. 3 നിലകളിൽ ആ ഭാഗത്തെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. 1, 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു. അതായത് ആട് മേച്ചൽ പുറത്താണ് നഷ്ടപ്പെടുവാനിടയായി തീർന്നത്. 2-ാമത്തെ നഷ്ടം അത് വീട്ടിനകത്താണ്. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. 3-ാമത്തെ നഷ്ടം എന്ന് പറയുന്നത് മക്കളിൽ ഒരുവനാണ് നഷ്ടപ്പെട്ടു പോയത്. അത് അന്യദേശത്ത് വെച്ചുണ്ടായ നഷ്ടമാണ്. 3 നിലകളിലുള്ള നഷ്ടത്തെ അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. മേച്ചൽപ്പുറത്തും വീട്ടിനകത്തും അന്യദേശത്തും വെച്ച് നഷ്ടപ്പെട്ടു. വളരെ ശ്രദ്ധിക്കണമേ. ആ നഷ്ടങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 1 ആട് നഷ്ടപ്പെട്ടത് ആടിന്റെ ബുദ്ധിശൂന്യത കൊണ്ടാണ്. കാരണം നമുക്കറിയാം, ആടിനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ആടുകൾ എവിടെയാ പച്ചപ്പ് കാണുന്നത്? അവിടെ ഓടിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. എവിടെയാണ് ഓടിച്ചാടി കയറുവാൻ കഴിയുന്നത് അത് അങ്ങോട്ട് ഓടിപ്പോകും. ശത്രു ഏറ്റവും ആക്രമിക്കുവാൻ സാധ്യതയുള്ളതും ഈ ആടിനെയാണ്. അപ്പോൾ 1-ാമത്തെ നഷ്ടം വന്നത് ആടിന്റെ ബുദ്ധികേട് കൊണ്ടാണ്, ബുദ്ധിശൂന്യത കൊണ്ടാണ്. ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് നമ്മളോടൊരു സന്ദേശമുണ്ട്. ആദ്യത്തെ നഷ്ടം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ വ്യക്തിപരമായ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിശൂന്യത കൊണ്ടും വരുന്നതുണ്ട്.
രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് വീട്ടിനകത്താ പോയത്. ആ നഷ്ടം എങ്ങനെയാ വന്നത്? ഒരു ബ്രഹ്മ എങ്ങനെയാ പോയത്? അത് അശ്രദ്ധ കൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തിന്റെ കുറവ് നിമിത്തം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ 10 നാണയത്തുട്ടുകളോ അതുപോലെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന എന്ന് സൂക്ഷിക്കേണ്ടത് ആ സഹോദരിയുടെ കടപ്പാടാണ്. ആ കസ്റ്റമർ അങ്ങനെയാണ്. അതിന് വിശദീകരണത്തിലേക്ക് വരുന്നില്ല. പക്ഷേ പരിമിത സാഹചര്യങ്ങളിൽ വീട്ടിൽ വെച്ചെന്ത് സംഭവിച്ചു? ഒന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ അശ്രദ്ധ കൊണ്ടും ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടുമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തെ നഷ്ടം എങ്ങനെ വരുന്നത്? ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട്, ആത്മീയ കാര്യങ്ങളോടൊരു ഉത്തരവാദിത്വമില്ലായ്മ. ജീസസ് നഷ്ടം വന്നു. മൂന്നാമത്തെ നഷ്ടം വന്നത് ഭവനത്തിലെ ഇളയ മകന് മൂന്നാമത്തെ നഷ്ടം വന്നത്. ഈ നഷ്ടത്തിന്റെ കാരണം എന്താ? ഇളയ മകന്റെ തന്നിഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ദുസ്വഭാവം കൊണ്ടാണ് നഷ്ടം വരുവാനിടയായിത്തീർന്നത്. അവന്റെ അകത്ത് കയറിക്കൂടിയ അഹങ്കാരവും സ്വന്തം ഭവനത്തെ വിട്ടുപോയി ദൂരത്ത് പോകുവാനുള്ള ആ തന്നിഷ്ടം ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് മൂന്നാമത്തെ നഷ്ടം വന്നത്. 3 നിലകളിലുള്ള നഷ്ടത്തെ ഇവിടെ വരച്ചു കാട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ചരിത്രം അറിയാവുന്നത് കൊണ്ട്, സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിശദമാക്കണ്ട. എന്നാൽ ഈ നഷ്ടങ്ങൾ തിരിച്ചു പ്രാപിച്ചോ? ഈ നഷ്ടങ്ങളെ തിരികെ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, അത് മേച്ചൽപ്പുറത്ത് നഷ്ടപ്പെട്ടാലും വീട്ടിനകത്ത് നഷ്ടപ്പെട്ടാലും, ഹല്ലേലൂയ, ദൂരദേശത്ത് നഷ്ടപ്പെട്ടാലും, എവിടെയാണോ നഷ്ടപ്പെട്ടത് അത് മടക്കി തരുവാനായിട്ട് സർവശക്തൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണോ തിരികെ ലഭിച്ചത്? ആ നഷ്ടമായ അനുഭവം എങ്ങനെ തിരികെ ലഭിച്ചു? ഒന്ന്, ഒരു നഷ്ടബോധമുണ്ടായി. നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ടായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ആത്മീയ ദർശനങ്ങളും ആത്മീയ കൂട്ടായ്മയിലെ സന്തോഷവും ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇല്ല, അല്പം കൂടി കടത്തി പറഞ്ഞാൽ ഭൗതിക അനുഭവങ്ങളാണോ, ഭൗതിക സന്തോഷങ്ങളാണോ? ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? നഷ്ടപ്പെട്ടു പോയില്ലേ? ചിലത് വീട്ടിനകത്ത് തന്നെ പോയില്ലേ? ചിലത് വെളിപ്രദേശത്ത് വെച്ച് പോയില്ലേ? ചിലത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് പോയില്ലേ? എത്ര പേർക്ക് നഷ്ടബോധമുണ്ടാകുന്നു? 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ കോടാലി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, യജമാനനേ, അത് വായ്പ മേടിച്ചതായിരുന്നു, എന്റേതല്ല. ഓ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന് നഷ്ടബോധം, എന്റേതല്ല, എനിക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെതായിരുന്നു, ഞാൻ ചിലവ് നഷ്ടപ്പെടുത്തി. ആ നഷ്ടബോധം, ആ കുറ്റബോധം, ഹല്ലേലൂയ, നഷ്ടബോധമുണ്ടായി. രണ്ടാമത് അന്വേഷിപ്പാനുള്ള മനസ്സ് വന്നു. ചിലര് നഷ്ടം വന്നാലും എന്നെ കൊണ്ട് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞിരിക്കും. ഇല്ല, ഇവിടെ തിരികെ ലഭിക്കാനുണ്ടായ രണ്ടാമത്തെ കാരണം, ഒന്ന് നഷ്ടബോധമായിരുന്നെങ്കിൽ രണ്ടാമത് അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. യേശു കർത്താവ് പോലും പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 7:7, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷണത്തിന് തയ്യാറായി. മൂന്നാമത് അവിടെ കണ്ടെത്തുന്ന അനുഭവമുണ്ട്, സന്തോഷത്തിൻ്റെതാകുന്ന ഒരനുഭവമുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു ദൂത് പറയട്ടെ. 1% പോലും ഒന്ന് നഷ്ടം വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതാണ് ഒരാടിന്റെയും ഒരു ബ്രഹ്മയുടെയും ഒക്കെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനായിട്ടിടയായിരുന്നു. 1% പോലും നഷ്ടമായി പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതെങ്ങനെ തിരികെ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും?
ഒന്നാമത് 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ പറയുന്നു, കണ്ടെത്തും വരെ അതിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, എന്റെ ആടിനെ കണ്ടോ, അന്വേഷിച്ചു കൊണ്ടിരുന്നു. കണ്ടെത്തി തോളിലേക്ക് ഏറ്റുന്നത് വരെ തൃപ്തിയടയാതെ കണ്ടെത്തുന്ന ഒരന്വേഷണത്തിന്റെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. രണ്ടാമത് ബ്രഹ്മ കണ്ടെത്തിയത്. ആദ്യം ഒന്ന് അന്വേഷിച്ചു, വീട്ടിലുള്ളവരോട് ചോദിച്ചു, കണ്ടോ കണ്ടോ ഇല്ല. പിന്നീട് വിളക്കൊണ്ട് കത്തിച്ചു നോക്കി, കണ്ടു കിട്ടിയോ ഇല്ല. പിന്നീട് വീട്ടിലുള്ളവരോട് ചോദിച്ചു, വിളക്ക് കത്തിച്ചു നോക്കി, കാണുന്നില്ല. നിർത്തിയില്ല അന്വേഷണം. ഒരടിച്ചുവാരല്ല തയ്യാറായി. എന്താണ് വിളിച്ചറിയിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയോ? കാണാതെ പോയോ? ഉത്തരവാദിത്വത്തിൽ നടന്നു പോയോ? അയ്യോ, അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതാ കേട്ടോ. തന്റെ പ്രിയപ്പെട്ടവന് വരുമ്പോൾ തന്നെ ഏൽപ്പിച്ചതാണ്. അത് കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിലാണത് കാണുന്നത്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അവിശ്വസ്തത കാണിക്കുമെന്ന് പറയും. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തിരികെ പ്രാപിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്നേ. അതുകൊണ്ട് ഒരടിച്ചുവാരില്ല തയ്യാറായി. അങ്ങനെയെങ്കിലും ഒരു ശുദ്ധീകരണത്തെ അത് കാണിക്കുന്നെങ്കിൽ ദൈവസഭയെ ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാകട്ടെ. അന്വേഷണത്തിനും ശുദ്ധീകരണത്തിനും ദൈവസഭ തയ്യാറാകട്ടെ. മൂന്നാമത്തെ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് സ്വയബോധമുണ്ടാകണം. സ്വയബോധമുണ്ടാകണം. ആ 15-ാം അധ്യായത്തിലെ 18 മുതൽ വായിക്കുമ്പോൾ അത് കാണുവാനായിട്ടിടയായി തീരുന്നുണ്ട്. അവന് സുബോധം വന്നിട്ട് അപ്പൊ നഷ്ടമായി തിരികെ പ്രാപിക്കണമെങ്കിൽ എന്തുണ്ടാകണം? സുബോധമുണ്ടാകണം. ഹല്ലേലൂയ. സുബോധം വന്നിട്ട് അവനൊരു തീരുമാനമെടുത്തു. എന്താണത്? ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന്. ഹല്ലേലൂയ. എന്താ തീരുമാനം? നഷ്ടമായത് തിരികെ പ്രാപിക്കണമെങ്കിൽ തീരുമാനം എന്താണ്? സുബോധം വരണം, തീരുമാനമെടുക്കണം. ഞാൻ എന്ത് ചെയ്യും? ഈ പന്നിയുടെ കൂട്ടത്തിന് ഞാനൊന്ന് എഴുന്നേക്കും. ഇപ്പോൾ ഞാൻ പന്നികളുടെ ഇടയിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഞാനൊന്ന് എഴുന്നേൽക്കും. അതായത് പാപത്തിന്റെ അനുഭവങ്ങളിൽ കിടക്കുമ്പോൾ ആ പാപത്തിന്റെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ ഞാനൊന്ന് എഴുന്നേൽക്കും. എഴുന്നേക്ക് എവിടേക്ക് പോകും? ഒന്ന് പറഞ്ഞു മക്കളെ. എന്റെ അപ്പന്റെ അടുക്കലേക്ക്. അപ്പൊ നഷ്ടമായത് തിരികെ ലഭിക്കുന്നത് എവിടെയാ? പറ. അപ്പന്റെ വീട്ടിലാണ് തിരികെ കിട്ടുന്നത്. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുത്ത് അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. എന്നിട്ട് അപ്പനോട് ചെന്നൊരു കാര്യം കൂടെ പറയും. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാന്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സമയ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. 3 പദങ്ങൾ നിങ്ങൾ കുറിച്ചെടുക്കാമെങ്കിൽ കുറിച്ചെടുത്തു. കുറ്റബോധം, അനുതാപം, ഏറ്റുപറച്ചിൽ. ഓ ഹല്ലേലൂയ. എന്താണ്? കുറ്റബോധം, അനുതാപം, ഏറ്റുപറച്ചിൽ. ഈ 3 കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടത്തില്ല. നഷ്ടപ്പെട്ടു എന്നുള്ള ബോധമുണ്ടാകണം. കുറ്റബോധമുണ്ടാകണം. തെറ്റ് ചെയ്തെങ്കിൽ ചെയ്തെന്നുള്ള ബോധം വേണം. മറച്ചു വെച്ചുകൊണ്ട് നടക്കരുത്. അന്വേഷിക്കാനും അടിച്ചു വാരാനുമുള്ള ആ ഒരു മാന്യത കാണിക്കണം. ഹല്ലേലൂയ. എന്താ കുറ്റബോധമുണ്ടായത്? ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു. എന്താ അനുതാപമുണ്ടായത്? ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെന്ന് ഞാനൊന്ന് ഏറ്റു പറയുവാനായിട്ടിടയായിത്തീരും. ഏറ്റു പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നഷ്ടമായി പോയി എന്ന് കരുതിയതൊക്കെ
ജീവിതത്തിൽ തിരികെ പ്രാപിക്കുവാനായി ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു പ്രവചന ദൂത് പോലെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകെ, ശരിയായ തീരുമാനമെടുക്കാൻ തയ്യാറാകെ. റിപ്പന്റൻസ് എന്ന് പറയുന്ന, മാനസാന്തരം എന്ന് പറയുന്ന ആ അനുഭവം എന്ന് പറയുന്നത് turn back, അതാണ് അതിന്റെ അർത്ഥം. പുറം തിരിയുക. അതായത് ഇപ്പോൾ എവിടെ കിടക്കുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് എവിടേക്ക് വരിക? നീ അപ്പന്റെ അടുത്തേക്ക് വരിക. അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു. അപ്പൻ നിനക്ക് മടക്കി തരുവാൻ കാത്തിരിക്കുന്നു. അപ്പൻ സകലതും മടക്കി തരുവാൻ കാത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവസഭയെ ഒരു അന്വേഷണത്തിനും ഒരു അടിച്ചുവാരലിനും ഒരു തീരുമാനത്തിനും തയ്യാറാകാമോ? മനസ്സ് തുറന്ന് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നഷ്ടമായത് മുഴുവൻ മടക്കി തരുവാൻ ദൈവം മതിയായവനാണ്. ആത്മീക സന്തോഷമാകട്ടെ, ഭൗതിക അനുഭവങ്ങളാകട്ടെ, ജീവിതത്തിൽ നഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, ഇനി ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, എല്ലാം നഷ്ടമായെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, ഇനി ഒരിക്കലും ഇല്ല എന്ന് ചിന്തിക്കുന്നതുണ്ടല്ലോ. പറ, കർത്താവേ ഞാൻ അന്വേഷിച്ചോളാം, അവന് ബോധം എനിക്കുണ്ട്. കർത്താവേ ഞാൻ അടിച്ചു മാറിക്കോളാം, വിളക്ക് കത്തിച്ചോളാം, കണ്ടെത്തും വരെ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. കർത്താവെ ഞാൻ ഏറ്റു പറഞ്ഞോളാം, കർത്താവെ ഞാൻ ഏറ്റു പറഞ്ഞോളാം, കർത്താവെ ഞാൻ അനുഭവിച്ചോളാം, നിന്റെ സന്നിധിയിൽ കരഞ്ഞോളാം. നിന്നെ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവമൈതലേ, രക്ഷയുടെ സന്തോഷം തിരികെ വരും. ആത്മീയ ഭൗതികമാകുന്ന അനുഗ്രഹങ്ങളെ ദൈവം തിരികെ തരുവാനായി ഇടയായിത്തീരും. തയ്യാറാകുന്നു? ദൈവത്തിങ്കലേക്ക് തിരി, കർത്താവിങ്കലേക്ക് തിരി, പിതാവിങ്കലേക്ക് തിരി. എഴുന്നേൽക്കാൻ തയ്യാറാകട്ടെ, തീരുമാനമെടുക്കുവാനായിട്ട് തയ്യാറാകട്ടെ. ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേൽക്കും. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ എഴുന്നേൽക്കും. കാത്തിരിക്കുക, എല്ലാം മടക്കി തരാൻ. ദൈവസഭയെ ഞാനിങ്ങനെ ഇവിടെ ചേർത്ത് പറയട്ടെ, സഭയൊന്ന് മടങ്ങി വരണം. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ കാണുവാനായി ഇടയായിത്തീരുന്നു. എഫെസോസ് സഭയെ കുറിച്ച് പറയുമ്പോൾ, എഫെസോസ് സഭയെ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു വന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അവിടെ പോയത് എന്താണ് പിതാക്കന്മാർ? എന്താ പോയത്? പറ. ആദ്യ സ്നേഹം പോയി. ആദ്യ സ്നേഹം ഒന്ന് തിരികെ പ്രാപിക്കണം, ഒന്ന് മടക്കിയെടുക്കണം. ആദ്യ സ്നേഹത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ലവോദിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, നീ ശീതോഷ്ണവാനായി പോയി. എന്താ അതിന്റെ അർത്ഥം? നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, നിന്റെ ആത്മദർശനം നഷ്ടപ്പെട്ടു പോയി, ആത്മശക്തി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ആത്മശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാ പറഞ്ഞത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. വേണ്ട ദൈവമക്കളെ, വേണ്ട. നീ ആത്മീയമാകുന്ന ദർശനത്തിലേക്ക് മടങ്ങുക. ഈ പരുവത്തിലല്ല പോകേണ്ടത്, ആത്മീക ശക്തിയിലേക്ക് മടങ്ങുക. നിന്റെ കണ്ണിൽ എഴുതുക. നീ ലേവൻ ചോദിച്ചു പോകണം. നിന്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയോ? പണ്ട് എന്തോ ഒരു ഉത്സാഹമായിരുന്നു അല്ലേ? ഒരു പ്രാർത്ഥനയെന്ന് കേട്ടാൽ മുടക്കത്തില്ല. പാസ്റ്ററിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനയെന്ന് കേട്ടാൽ പാസ്റ്റർ 7 പ്രാവശ്യം വിളിച്ചാൽ പോലും ഇല്ല. എവിടെ തകരാറ്? ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു. ആത്മീയ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുപോയി. അയ്യോ, നിന്റെ വിശ്വാസത്തിന്റെ വിലയേറിയ പൊന്നന്തിയെ വിശ്വാസം കുറഞ്ഞു പോയോ? നഷ്ടപ്പെട്ടു പോയോ? അത് വില കൊടുത്ത് വാങ്ങാൻ ആ ബുദ്ധി ഉപദേശിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും ആത്മദർശനത്തിലേക്കും മടങ്ങി വരുവാൻ ഇന്ന് മകൾ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി തിരികെ പ്രാപിക്കേ. അതേ വിശുദ്ധിയും ആ വിശ്വാസവും ആത്മീയ കാഴ്ചകളും ആത്മീയ കാഴ്ചപ്പാടും ദർശനവും തിരികെ പ്രാപിക്കേ. എത്ര പേരെ തയ്യാറാകുന്നു? കണ്ണുകൾ അടയ്ക്കട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ.
ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, എന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ സമർപ്പിക്കുന്നു. നഷ്ടമായ എൻ്റെ വിശുദ്ധിയുടെ അനുഭവങ്ങളെ, ആത്മീയ ദർശനങ്ങളെ, വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ തിരികെ പ്രാപിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എന്റെ നഷ്ടമായ അനുഭവങ്ങളുണ്ട്, അത് മടക്കി തരുവാൻ കർത്താവെ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞാൻ ആ നഷ്ടബോധത്തിലേക്ക് വരുന്നു. എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, ആത്മീയ അനുഭവങ്ങൾ എനിക്ക് മടക്കി തരണമേ. എന്റെ ഭൗതികമായ അനുഭവങ്ങളെ എനിക്ക് മടക്കി തരണമേ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ നഷ്ടമായ അനുഭവങ്ങളെ ആത്മീയ സന്തോഷങ്ങളാകട്ടെ. അതെ, ആ നഷ്ടങ്ങൾ എവിടെയാണ് സംഭവിച്ചത്, അത് ജീവിതത്തിൽ മടക്കി പ്രാപിക്കട്ടെ. നാളുകളായി ഭാരപ്പെടുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. നാളുകളായി അധ്വാനിച്ചിട്ടും പ്രയോജനരഹിതമായ അനുഭവങ്ങളില്ലേ? നാളുകളായി വേദനപ്പെടുന്ന അനേക അനുഭവങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ? ഇനിയും തിരികെ ലഭിക്കത്തില്ലേ? ഇനിയൊരു സാധ്യതയില്ലേ? ഇല്ല സിസ്റ്ററെ, വചനം പറയുന്ന സാധ്യതയുണ്ട്. നീ ഓടിവാ, ഇന്ന് പകൽ ഓടിവാ. വളരെ സാധ്യതയുണ്ട്. നഷ്ടമായി പോയിട്ടില്ല. ഇല്ല, നിന്റെ തീരുമാനം. നിനക്കൊരു ബോധമുണ്ടാകട്ടെ, നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. നീ ഒന്ന് അടിച്ചു വരാൻ തയ്യാറാകട്ടെ, ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാകട്ടെ, ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകട്ടെ. കർത്താവെ, ഞാൻ എഴുന്നേറ്റോളാം, ഞാൻ എഴുന്നേൽക്കും. അപ്പനോട് എന്ന് ക്ഷമ പറഞ്ഞിട്ട്, ഏറ്റു പറഞ്ഞിട്ട്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തുവെന്ന് പറയുമ്പോൾ നിന്നെ കഴുത്തിന് കെട്ടിപ്പിടിക്കുവാൻ നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. ചിലരെ ഇന്ന് പകൽ കഴുത്തിന് കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ ആത്മാവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നു. ആത്മസ്നേഹത്താൽ യേശു കർത്താവിന്റെ ചുംബനം നിങ്ങളെ അനുഭവിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ ചുംബനമെന്ന് അനുഭവിക്കട്ടെ. ദൈവകൃപയുടെ ചുംബനമെന്ന് അനുഭവിക്കട്ടെ. നഷ്ടമായി തിരികെ പ്രാപിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നഷ്ടമായി തിരികെ പ്രാപിക്കുവാൻ ഈ ശുശ്രൂഷകൾ ഇടയാക്കണമേ. കർത്താവേ, അവർക്കുണ്ടായ സകല നഷ്ടങ്ങളെ എവിടെയാണ് നഷ്ടപ്പെട്ട? അധ്വാനമാകുന്ന വേച്ചിൽപ്പുറങ്ങളിലാണോ? അല്ല വീട്ടിനകത്താണോ നഷ്ടപ്പെട്ടത്? അല്ല തലമുറയുടെ അനുഭവങ്ങളാണോ നഷ്ടപ്പെട്ടത്? സ്വയ തീരുമാനങ്ങൾ നിമിത്തമാണോ? അശ്രദ്ധ നിമിത്തമാണോ? ബുദ്ധിശൂന്യത കൊണ്ടാണോ? കർത്താവേ, ഏറ്റുപറയുന്നു, മടക്കി തരണമേ, മടക്കി തരണമേ, മടക്കി തരണമേ. പ്രാർത്ഥിക്കൂ. ഈ വാക്കുകളാൽ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. നഷ്ടമായത് മടക്കിയെടുക്കുവാൻ ഈ ചിന്തകൾ ഉപകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.